എനിക്ക് വേറെ ആരെങ്കിലും മതി. പക്ഷെ ജോലിക്കാരനെ വേണം. പുതിയൊരു ജോലിക്കാരി വരാതെ ഒരു പണി ഞാൻ എടുക്കൂല പവിത്ര. ഇനി നോക്കട്ടെ, ഞാൻ സംഘടിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഈ ജോലിക്കാരിയെ കൊണ്ടുവരുന്ന കാര്യം ഡോക്ടർ അറിഞ്ഞിട്ടാണോ? അതിന് ഇച്ചാൻ എന്തിനാ അറിയുന്നത്? ജോലിക്കാരിക്ക് കൊടുക്കാനുള്ള പൈസ ഞാനല്ലേ തരുന്നത്. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. അല്ല, എന്നാ പറ്റി ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മാറ്റത്തിലേക്ക്? അല്ല, പുതിയ ജോലിക്കാരിയൊക്കെ വേണമെന്ന് ഇങ്ങനെ പറയുന്നത്. ആലീസ് പറഞ്ഞു നമുക്കൊരു ജോലിക്കാരി വേണമെന്ന്. പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ജോലിക്കാരിയെ നോക്കാം. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയേരെ. ശമ്പളം കൊടുക്കുന്ന ആലീസ് അല്ലേ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ആയിക്കോട്ടെ. അപ്പൊ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പിന്നെ ഡോക്ടറെ, ഞാൻ വന്ന എന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു 2500 രൂപ വേണമായിരുന്നു. പണി നടക്കുന്നതിന് മുമ്പ് കമ്മീഷനാ? അയ്യോ, കമ്മീഷനായിട്ടല്ല, എനിക്കൊരു അത്യാവശ്യം. കടമായിട്ട് തന്നാൽ മതി. ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു തരും. തീർച്ചയാണോ? തീർച്ചയായിട്ടും. എൻ്റെ പേഴ്സിൽ കാശ് കാണും, ഒന്ന് പോയി എടുത്തു കൊടുക്കും. ഇവിടെ ജോലിക്കാരെ നോക്കാന്ന് പറഞ്ഞില്ലേ, പോയി എടുത്തു കൊടുക്ക്. ചെല്ലേ. പവിത്ര, ഈ വേലക്കാരിയുടെ പ്രശ്നം എങ്ങനെയെങ്കിലും മുടക്കി തരണം. അത് ശരി. അപ്പൊ ഡോക്ടർ അറിഞ്ഞിട്ടുള്ള പരിപാടി അല്ലായിരുന്നു ഇത്? അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി എന്ന് ചോദിച്ചാൽ അല്ല. രാവിലെ ഇവിടെ ഒരു വഴക്കുണ്ടായി, ഒരു ചെറിയ പ്രശ്നത്തിന്. ഇന്ന് ഏത് പെണ്ണിനെ കിടക്കാൻ മേലാതെ പറഞ്ഞേ? ഇല്ല, പെണ്ണ് കേസല്ല, ഇത് വേറൊരു കേസാണ്. അതിനെ ചൊല്ലി വഴക്കുണ്ടായി. അപ്പം എടുത്തോണ്ട് വന്നതാ വേലക്കാരി പ്രശ്നം. പവിത്ര, എന്തെങ്കിലും പറഞ്ഞ് ഈ വേലക്കാരിയുടെ കാര്യം ഒഴിവാക്കി തന്നേ പറ്റുള്ളൂ. അതിനൊരു വഴി പറഞ്ഞാ പവിത്ര? ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ അങ്ങനെയുള്ള ആളുകളെ കിട്ടാനില്ലെന്ന് പറഞ്ഞാലോ? ഏയ്, അത് വർക്കൗട്ട് ആവത്തില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞാലും പവിത്രൻ ഇത് നടക്കൂല എന്ന് കണ്ടാൽ അവള് വേറെ ഏതെങ്കിലും ബ്രോക്കറിന്റെ അടുത്ത് പോകും. അയ്യോ, അത് കുഴപ്പമില്ല, അത് നടക്കില്ല. അങ്ങനെയാണെങ്കിലേ എൻ്റെ ഒരു 2 നമ്പറുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് പ്രയോഗിക്കാം. കിട്ടും, കിട്ടാതിരിക്കുകയല്ല. കേക്കോ? പിന്നെ 100% ഉറപ്പല്ലേ? സാറ് ധൈര്യമായിട്ടിരിക്കുക. അത് പവിത്രമായിട്ട് അങ്ങനെ എങ്ങാനും സംഭവിച്ച് വേലക്കാരി ഒഴിവാക്കി തന്ന പവിത്രനെ ഞാൻ കാണേണ്ട രീതി കണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം അതുപോലെ അങ്ങ് ചെയ്തേക്കണം. തീർച്ചയായിട്ടും കൊടുക്ക്, മേടിക്ക്. താങ്ക് യു. ഒരാഴ്ച ഞാൻ തിരിച്ചു തരുമല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല, ഒരാഴ്ച എന്നിട്ട് ഞാൻ തിരിച്ചു. അപ്പം പവിത്ര ജോലിക്കാരിയെ കണ്ടുപിടിച്ച് കൊടുക്കുക. ഓക്കെ. അതിന്ന് എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം കിട്ടുമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അതൊക്കെയല്ലേ സാറേ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ആലിസിന് ഇഷ്ടത്തിനുള്ള ഒരാളെ സംഘടിപ്പിച്ചു കൊടുക്കുക. ആയിക്കോട്ടെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചോളൂ. പവിത്ര, എന്നത്തേക്ക് ആളെ കിട്ടും? ആളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ ഡോക്ടർക്ക് തന്നെ പറ്റിയെന്നാ? എന്ത് പറ്റാൻ? അല്ല, സാധാരണ ഒരു ജോലിക്കാരി വേണം എന്നൊക്കെ പറയാൻ നേരത്ത് പുള്ളി കിടന്ന് കയറ് പൊട്ടിക്കുന്ന ഞാൻ കാണുന്നല്ലേ. പറ്റുമല്ല, ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന്. പക്ഷെ എന്തോ പുള്ളിക്ക് ഈ കാര്യം പറഞ്ഞപ്പോ തൊട്ടൊരു ഇളക്കം. അത് ഇളക്കമൊന്നും അല്ല പവിത്ര. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ഇച്ചായനറിയാം. നേരത്തെ ശമ്പളം കൊടുക്കാൻ കാശില്ല എന്നായിരുന്നു ന്യായം. ഇനി അത് പറയാൻ പറ്റില്ലല്ലോ, അത് പരിഹരിച്ചല്ലോ. പിന്നെ എന്ത് പറയും? അല്ല അലീസ, എന്തോ ഒരു ചെറിയ മാറ്റമുണ്ട്. എന്ത് മാറ്റം? അല്ല, സാധാരണ ഒരു വേലക്കാരി വേണോന്ന് പറയാൻ നേരത്ത് പുള്ളി കിടന്ന് ചാടുന്ന ഞാൻ വരെ കണ്ടിട്ടുള്ളതല്ലേ. വേണ്ട, ഇവിടെ പറ്റത്തില്ല. പക്ഷെ എന്റെ കസ്റ്റഡിയിൽ ഒരു പെണ്ണുണ്ട്, പേര് മീനാക്ഷി എന്നാന്ന് പറഞ്ഞപ്പം ഒരു മുഖത്തിന്റെ ഭാവവ്യത്യാസം. പിന്നെ ആ മീനാക്ഷിയുടെ പ്രായവും അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കള്ളച്ചിരി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ മുഖത്ത് ഞാൻ കണ്ടിട്ട് പോലുമില്ല കള്ളച്ചിരി. അത് കഴിഞ്ഞ് എന്നോട് പറയാം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യ്, മീനുവിനോട് പോരാൻ പറയാം. മീനുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ പേര് മനസ്സിൽ കയറ്റി വെച്ചേക്കുക. അങ്ങനെ പറഞ്ഞ? സത്യമായിട്ട് പറഞ്ഞ, ദൈവത്തിനടുത്തോളം പറഞ്ഞു. അതൊക്കെ പോട്ടെ വിട്. അത് കഴിഞ്ഞൊരു ഡയലോഗ്. അല്ലേ വേണ്ട, അത് പറയേണ്ടത്. ഡോക്ടർ എന്നോട് പറയാണേ, ഒരു കാര്യം ചെയ്യ്, ഈ പറയുന്ന മീനാക്ഷിക്ക് ഡെയിലി വന്നു പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇവിടെ താമസിക്കട്ടെ. ഇവിടെ ആകുമ്പോ സൗകര്യം ഉണ്ടല്ലോ, മുറികളുണ്ടല്ലോ എന്ന്. അങ്ങനെ പറയുന്ന ആള് എന്റെ ആലീസെ, പുറത്ത് കാണുന്ന പോലെ അല്ല ചില ആളുകള്. അണ്ടിയോട് എടുക്കുമ്പോഴല്ലേ മാങ്ങാടെ പുളി അറിയത്തുള്ളൂ. അത് മാത്രമല്ല, സാറാണ് ചെറുപ്പക്കാരൻ, കാണാനും സുന്ദരൻ. ആലീസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആലീസിന്റെ കണ്ണു വെട്ടിക്കാനാണോ പ്രയാസം? അല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ എന്റെ തോന്നലായിരിക്കും കേട്ടോ. ഒരുപക്ഷെങ്കിൽ സാർ അങ്ങനെ ഒന്നും ചെയ്യത്തില്ലായിരിക്കും. സാറ് എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും, സാർ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരിക്കും. പക്ഷെ നാളെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പവിത്ര ഇതെന്നാ പവിത്ര എന്നോട് നേരത്തെ പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തോ സമാധാനം പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ആലീസ് ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങൾക്ക് ഇനി വേലക്കാരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊണ്ടുതരാം. ടെൻഷൻ അടിച്ചിട്ട് തന്നെ കാര്യം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് പടക്കവും തീപ്പെട്ടിയുവാ. അടുത്തിരിക്കുന്ന കാര്യം ഇച്ചിരി റിസ്ക്കാ, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.
എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നത്? എല്ലാം പറഞ്ഞ് സെറ്റാക്കിയോ? പവിത്രം പോയോ? ആ എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഇച്ചായ, ഞാൻ ആലോചിക്കുവായിരുന്നേ, എന്നാടി ഇവിടെ ഒരു ജോലിക്കാരന് വേണ്ടാന്ന് ഇച്ചായം പറഞ്ഞില്ലേ, അതിലൊരു കാര്യമില്ലേ? ഉണ്ടോ? ശരിക്കും ഇച്ചായ, ഞാനൊരു വാശിപ്പുറത്തായി ഇവിടെ ജോലിക്കാരനെ വേണമെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പോലുള്ള ജോലി ഈ വീട്ടിലില്ല ഇച്ചായ. സത്യവാ. എന്നാ പിന്നെ നീ പവിത്രനോട് വിളിച്ച് പറ വേണ്ടാന്ന്. അത് പറയാം. ആ. പവിത്രനെ ഈ ജോലിക്കാരുടെ കാര്യം പറഞ്ഞപ്പോ തൊട്ട് പറയുവാണേ, ഇച്ചായന അത് കേട്ടപ്പോ തൊട്ട് ഭയങ്കര ഇളക്കോന്നു. ഇച്ചായന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇവിടെ ജോലിക്കാരി വരണോന്നാന്ന്. ശരിക്കും പറഞ്ഞാൽ ഇച്ചായം പുറമേ കാണുന്ന പോലത്തെ ഒരാളെ അല്ല, കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അങ്ങനെ അവൻ പറഞ്ഞു? അതല്ല ഇച്ചായ, വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്നാ? ഈ പടക്കവും തീപ്പെട്ടിയും കൂടെ അടുത്തടുത്ത് വെക്കുന്നത് ഭയങ്കര റിസ്ക് ആണ്. ശരിക്കും പറഞ്ഞ പവിത്രന്റെ പറച്ചില് കേട്ടാ തോന്നും ഇച്ചായൻ ലോക കോഴിയാന്ന്. ആ പിന്നെ പവിത്രൻ ഇത്രയൊക്കെ പറഞ്ഞപ്പം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു. എന്നാടി? ഈ ബുദ്ധി മൊത്തം ഇച്ചായന്റേതാണെന്ന്. ഈ ബുദ്ധി മുഴുവൻ ഇച്ചായന്റേതാണെന്ന്. ഓടിയോടുന്നു. ഞാൻ ഇത്ര വൃത്തിയിടൊന്നും പറയത്തില്ല. ആണല്ലോ എനിക്ക്. മോനെ ജോർജ് കുട്ടി, എന്നാ മോനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. ദേ, ഇത്തരം അഭ്യാസമൊക്കെ കയ്യിൽ തന്നെ വെച്ചാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ മീനാക്ഷി ഇവിടെ വരും. അവളെ ഓടിക്കാനായിട്ട് എന്തെങ്കിലും വേലത്തരായിട്ട് വന്ന അതങ്ങ് കയ്യിൽ തന്നെ വെച്ചാ മതി. ഞാനൊരു പണി നോക്കണം. ഞാൻ എന്തിനു വരണം? എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, കൊറേ നമ്പറുമായിട്ട് അങ്ങ് ഇറങ്ങിയേക്കുക. അതിന് കൂട്ടുപിടിച്ചതാ നല്ലൊരു പവിത്രനെ. ഒന്നും അങ്ങ് ഏറ്റില്ലല്ലേ? ആ. ബസാമി, ബസാമി, അലിസ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. നമുക്ക് വേണ്ട പരിപാടിയാണോ ഈ വെണ്ടക്ക അരിയുന്നാണ്? ഇച്ചാൻ ഇഷ്ടമുള്ള പച്ചക്കറി അല്ല ഇച്ചാൻ കെട്ട് കണക്കിന് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് എന്തെങ്കിലും അരിയാനെടുക്കും പറയും, ഇത് ശരിയാവത്തില്ല കേട്ടോ, ഇത് ശരിയാവത്തില്ല. എന്റെ പൊന്നെ അലിസ, വെണ്ടക്ക അരിയണ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നീ കൊണ്ട് വെച്ചത്. പിന്നെന്തുവാ അലിസേ, ആ ഈ ജോലിക്കാരിയെ നമുക്ക് ഈ വീട്ടിൽ ആവശ്യമുണ്ടോ? ഓ, ആ കാര്യം അത് നമ്മൾ ഈ ജോലിക്കാരുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോ തൊട്ട് പറഞ്ഞല്ലേ ഇച്ചായ. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? അത് നമ്മൾ ഫിക്സ് ചെയ്ത് പോയില്ലേ? ജോലിക്കാരി ഇന്ന് വരും, ഇച്ചായൻ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട, അവർക്കുള്ള പൈസ എന്റെ അപ്പച്ചൻ കൊടുക്കുകയും ചെയ്യും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതെല്ലാം ഓക്കെയാണ്. ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഒരു കുടുംബ അന്തരീക്ഷം, ഞാനും നീയും മാത്രമായിട്ടുള്ളൊരു സിറ്റുവേഷൻ. നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നിനക്ക് സ്നേഹം കൂടുമ്പോൾ, പൊസസീവ്നെസ് കൂടുമ്പോൾ നീ മിക്കവാറും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുകയാണ് ചെയ്യാറ്. ഈ വഴക്കുണ്ടാക്കുമ്പോൾ മൂന്നാമതൊരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ അവർ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ വേറൊരു ആംഗിളിലായിരിക്കും. ഈ ആംഗിളിൽ മൂന്നാമത്തെ വ്യക്തി വെളിയിൽ പോയി പറയുമ്പോൾ നാലാമതൊരാൾ ഇത് കാണുന്നത് വേറൊന്നിലായിരിക്കും. അഞ്ചാമത് പറയുമ്പോഴേക്കും ഈ വീട്ടിൽ ഏറ്റവും വഴക്കുണ്ടാക്കുന്നതും ഏറ്റവും അടുപ്പമില്ലാത്തതുമായിരിക്കും നമ്മൾ രണ്ടുപേരും. എന്തിനാ വെറുതെ പഴിയേക്കുന്നത്? ഇങ്ങനെ ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ആളിലേക്കൊക്കെ എത്തുമ്പോഴില്ലേ ഇവിടെ നടന്നൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. ഭയങ്കര മോശമാണ്. അതാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മള് ഈ നിമിഷം ഈ അടുക്കളയിൽ വെച്ച് ശപഥം ചെയ്യണം, ഇനി തൊട്ട് നമ്മൾ തമ്മിൽ യാതൊരു വഴക്കും ഉണ്ടാവത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ആളുള്ളപ്പോ കുഴപ്പമില്ലല്ലോ ഇച്ചായ. അലിസ, ഈ തീരുമാനം എടുക്കേണ്ടത് നീയാണ്, ഞാനല്ല. ഞാൻ എന്ത് തീരുമാനം? നീയാണ് വഴക്കുണ്ടാക്കുന്നത്. ഇച്ചായ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടിയടിച്ചാൽ മാത്രം ശബ്ദം ഉണ്ടാകത്തില്ല, രണ്ട് കൈയും അടിക്കണം. അപ്പൊ എന്നെ പോലെ തന്നെ ഉത്തരവാദിത്തം ഇച്ചാനും ഉണ്ട് വഴക്കടിക്കുന്ന കാര്യം. എന്താ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷെ അത് മറച്ചു വെച്ചിട്ട് നീ എന്നെ കൂടെ കുറ്റക്കാരനാക്കുന്നെങ്കിൽ ആക്കിക്കോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഈ സ്വകാര്യത നമുക്ക് നഷ്ടപ്പെടും. വഴക്കുണ്ടാക്കാനും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് പോകും. ഇച്ചായന് സ്വകാര്യമായിട്ട് എന്നെ സ്നേഹിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. എന്തായാലും വേലക്കാരി അടുക്കളയിലല്ലേ നിൽക്കുന്നത്, നമുക്ക് സ്വകാര്യമായിട്ട് സ്നേഹിക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടെ എന്തോരം മുറികളുണ്ട്, അവിടെ പോയി സ്നേഹിക്കാം. വേണ്ട ഇച്ചാൻ അക്കാര്യം ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഇവിടെ വേലക്കാരി വരും. മോന് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? അപ്പൊ ഇനി വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും മോനെ അന്വേഷിക്കണ്ട കേട്ടാ. പറ്റിയാ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞു വെക്ക്.
എന്ത് പറഞ്ഞിട്ടും കൺവിൻസ് ആവുന്നില്ലല്ലോ. ഇതിപ്പോ ഞാൻ എന്നാ ചെയ്തെന്നാ ഡോക്ടറെ പറയുന്നത്? ആലീസിനെ ഒതുക്കാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. ആലീസിന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിപ്പോ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ പൊന്നു പവിത്ര, എന്നാലും ഇമ്മാതിരി വൃത്തികേട് എന്നെ കുറിച്ച് പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും നടന്നു? അതുമില്ല. അല്ല, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇപ്പം മനസ്സിലായില്ലേ? ആലീസിന്റെ പുറമേ ഉള്ളൂ സംശയമുള്ളൂ, ഉള്ളിലൊന്നും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ ഡോക്ടർക്ക് ഏത് വേണനോട് വേണം സംസാരിക്കാമല്ലോ. പവിത്രന് ആലീസിനെ ശരിക്കും അറിയാൻ പാടില്ല കേട്ടാ. ഇത് സംശയം ഇല്ലാത്തോണ്ടൊന്നും അല്ല, അവക്ക് വാശിയാ. ഒരു വാശി പിടിച്ചു, അത് ജയിക്കാൻ വേണ്ടി അവൾ ഏത് അറ്റം വരെയും പോകും. അത് നല്ല സംഭവം ഉള്ളത്. നമുക്ക് ആ വഴി ഒരു ചെറിയൊരു നമ്പർ ഇറക്കി നോക്കിയാലോ? മനസ്സിലായില്ല? ഡോക്ടർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു പഴുത് കിടപ്പുണ്ട്. എന്നാന്ന് പറ. ആലീസിന്റെ സംശയം മാറിയിട്ടില്ലെന്നല്ലേ ഡോക്ടർ പറയുന്നത്? അവളുടെ സംശയം മാറണമെങ്കിൽ അവൾ മരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ആലീസിന്റെ ആഗ്രഹം പോലെ മീനാക്ഷി വരട്ടെ. മീനാക്ഷി വന്നു കഴിയുമ്പോൾ ആലീസിന് സന്തോഷവും. അന്നേരം സാർ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? എന്നാ? സാർ ആ മീനാക്ഷിയായിട്ട് കൂടുതൽ അടുത്തിടപെടണം. കൊഞ്ചുക, കുഴയുക, പുകഴ്ത്തുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ കാണാൻ നേരത്ത് ആലീസിന് സഹിക്കുവോ? പതുക്കെ 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 ഇതിന്റെ ഗ്രേഡ് കൂട്ടിക്കൊണ്ട് വരണം. ആലീസിന്റെ കൺട്രോൾ പോകും ഉറപ്പാ. 2 ദിവസം അല്ല പോട്ടെ, ഒരു 3 ദിവസം. 3 ദിവസം കഴിയുമ്പോൾ എനിക്ക് കോള് വരും. എന്റെ പവിത്ര, മര്യാദയ്ക്ക് ഈ മീനാക്ഷി ഇവിടെ ഇറക്കിക്കൊണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? എന്തു ഈ ആലോചിക്കുന്നത്? ഡോക്ടർ കാര്യം നടന്നു കിട്ടിയാ പോരെ? അല്ല, ഐഡിയ കൊള്ളാം. പക്ഷെ ഈ കൊഞ്ചലും കുഴയലെന്നൊക്കെ പറയുമ്പോൾ എനിക്കത്ര ശീലമില്ലാത്ത പരിപാടിയാണ്. ഞാൻ ആകെ ചെയ്യണത് ആലീസിൻ്റെ അടുത്താണ്. അതിനൊരു പരിധിയുണ്ട്, പിന്നെ പ്രൈവസിയും വേണം. പഞ്ചാര അടിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. സാറിനൊക്കെ അത്യാവശ്യം പഠിത്തവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതല്ലേ? അതുകൊണ്ട് എന്നിട്ടൊരു പെണ്ണിനെ പഞ്ചാര അടിക്കാൻ അറിയാൻ മേലെന്ന് പോലും. സാറൊക്കെ പിന്നെ എന്നത്തിനാ പഠിച്ചത്? വെറ്റിനറി കോളേജിൽ ഞാൻ പഠിച്ചതേ മൃഗങ്ങളെ ചികിത്സിക്കാനാണ്, അല്ലാതെ പഞ്ചാര അടിക്കാനല്ല. ഇതൊന്നും പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന സാധനമല്ല പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉള്ളിൽ നിന്നും പറഞ്ഞു, ഉള്ളിൽ നിന്ന്. എനിക്കറിയാവുന്ന 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് തെറ്റാതെ പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്താ പറയുന്നു? പറ. ഈ നമ്പർ ഇറക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ആലീസിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവം ഇത്, അല്ലാതെ മീനാക്ഷിയെ വളയ്ക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാ വൃത്തിയാടാ പവിത്രായി പറയുന്നേ? ഒരു കാര്യം പറ. എങ്കിൽ പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത് അറിഞ്ഞില്ലേ ഇതുവരെ? അറിയാൻ സൗകര്യമില്ല. ആണോ? ഓഹോ, എന്ത് ഇതിന് മാത്രം ഇരുന്ന് ആലോചിക്കുന്നത്? എന്തൊക്കെ ആലോചിക്കാം. ഞാൻ ആലോചിക്കണൊക്കെ നിന്റെ അടുത്ത് പറയാൻ പറ്റും. എന്നാ ഇക്കാര്യത്തിൽ അധികം ആലോചിക്കണ്ട. ഏത് കാര്യത്തില്? ഇച്ചായനൊരു ധാരണയുണ്ട്. ഇച്ചായൻ ഭയങ്കര ബുദ്ധിമാനാണ്. ഇച്ചായൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇച്ചായൻ പറയുന്നതാണ് ശരിയെന്ന്. ചിലപ്പോ എല്ലാ കാര്യത്തിലും അങ്ങനെ ആവണമെന്നില്ല ഇച്ചായ. ഈ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്താണെന്ന് ഇച്ചായൻ കണ്ടു. ബുദ്ധിയല്ല, ബുദ്ധി. അത് തന്നെ മനസ്സിലായാലും എന്താണ്? വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു. എന്റെ പൊന്നുമോക്ക് ഒരുപാട് കഴിവുണ്ട്. ഒരിക്കലും നിനക്ക് കഴിവില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കണ്ട. പിന്നെ വീട്ടിൽ ഒരു സംഭവം നടക്കുമ്പോൾ പരസ്പരം ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിന്റെ പോരായ്മകളെ കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നല്ലതും ചീത്തയും എല്ലാം. എടുക്കാമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ വേണ്ട. ഒരിക്കലും നടക്കാത്ത കാര്യത്തിനെ പറ്റിട്ട് ഡിസ്കസ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. കളയണ്ടെന്നേ. എന്താന്ന് വെച്ചാൽ നീ അനുഭവിച്ചോ? ഞാൻ അനുഭവിച്ചോളാന്ന്. വരുന്നതിന്റെ വരുമ്പരായങ്ങൾ നിന്റെ തന്നെ ആയിരിക്കും. ഞാൻ അനുഭവിച്ചോളാം. അതുമായിട്ട് ഞാൻ ഇച്ചാൻ എടുത്ത് വരത്തില്ല. എന്റെ അടുത്ത് വന്നാ ഞാനിങ്ങ് എടുക്കാൻ പോവല്ലേ? ഞാൻ വരത്തില്ല. അല്ലെങ്കിൽ വാ, എന്താ വെച്ചാ ചെയ്തോടി, എനിക്ക് ഒരു പ്രശ്നവുമില്ല. നല്ല വിഷമുണ്ടല്ലേ? എന്തിന്? നിനക്ക് വിഷമമുണ്ട്. നിന്റെ മുഖം നല്ല നന്നായിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ ഉണ്ട് നിന്റെ മുഖം. ഇഞ്ചി കടിച്ച കൊരങ്ങി. എനിക്ക് ഒരു കുഴപ്പമില്ലടി, ഒരു കുഴപ്പമില്ല. തട്ടെ വരണം. ചെല്ല്. എടി ആലിസേ, നിനക്ക് ഞാൻ പണി തന്നു. പാലും വെള്ളത്തിൽ നിനക്ക് ഞാൻ പണി തന്നിരിക്കും മോളെ. മീനാക്ഷി. അതെ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. ഇച്ചായ, മീനാക്ഷി. എന്റെ പേര് ആലീസ്. പവിത്രം പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഡോക്ടറുടെ പേര് ജോർജ് കുട്ടി എന്നല്ലേ? അതെ അതെ. ഇച്ചായ, മീനാക്ഷി. നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. മീനാക്ഷി വേറെ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അയ്യോ, അങ്ങനെ ഫിക്സഡ് ആയിട്ടൊന്നും ഒരിടത്തും ജോലി ഇല്ല സാറേ. ഒരു വീട്ടിലൊരു 3-4 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം
ഒരു 2-3 മണിക്കൂർ വേറെ വീട്ടില്. എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ഒന്നും ജോലിയില്ല. അതുകൊണ്ട് എനിക്കൊരു 5-6 വീട്ടിൽ ഇപ്പൊ ജോലിയുണ്ട്. ഇവിടുത്തെ കാര്യമൊക്കെ പവിത്രം പറഞ്ഞില്ലേ? പിന്നെ പവിത്രനെല്ലാം പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെ ഒരുപാട് ജോലിയൊന്നും ഇല്ല കേട്ടോ മീനാക്ഷിക്ക് രാവിലെ വന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ചു പോകാം. ഈ ശമ്പളത്തിന്റെ കാര്യമൊക്കെ പവിത്രം പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞിരുന്നു. പിന്നെ പ്രത്യേകം ഒരു കാര്യം അറിയേണ്ടത്, മീനാക്ഷിക്ക് ശമ്പളം തരുന്നത് ഡോക്ടറല്ല, ഞാനാണ്. പോയിന്റ് നമ്പർ 1, ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണ് സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ഏതൊരു പെണ്ണും കലിക്കൂ? കലിക്കും. അതും സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞാൽ ഭാര്യയുടെ കൺട്രോൾ പോവോ? തീർച്ചയായിട്ടും പോവും. ഈ പറയുന്ന ഭാര്യ ആലീസ് ആണെങ്കിലോ പിന്നെ ഒന്നും നോക്കണ്ട, വഴക്കുറപ്പാ. വഴക്ക് മാത്രമല്ല, അവൾ എന്തെങ്കിലും എടുത്ത് എന്റെ തലക്കടിക്കും. അയ്യോ, ആ റിസ്ക് ഡോക്ടർ നോക്കിക്കോണം. എന്താ ചെയ്യാലേക്കുന്നു? ഞാന് മീനാക്ഷിയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്ത്? അല്ല, മീനാക്ഷി യങ്ങാണ്, സ്മാർട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി കേട്ടോ. പറഞ്ഞു കേട്ടതിനേക്കാൾ പ്രായം കുറവുമാണ്, സ്മാർട്ടുമാണ്. ഇത്രയും സൗന്ദര്യമുള്ളൊരു സ്ത്രീ, സ്മാർട്ടായിട്ടുള്ള ഒരാള് വീട്ടുജോലിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ്. ഇപ്പോഴത്തെ ആണുങ്ങളെയൊക്കെ സൂക്ഷിക്കണം. അയ്യോ, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം സാറേ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ആലീസ്, അയ്യോ അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? കുഴപ്പമില്ല. ആലീസിനെ പറ്റി കേട്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സുന്ദരിയല്ലയോ? എന്തൊരു ചെറുപ്പമാ. ഡോക്ടറിന് ഒരു ഭാഗ്യം. അത് ഇതുവരെ ഇച്ചാരും മനസ്സിലായിട്ടില്ല മീനാക്ഷി. ആലീസിനെ വെച്ച് നോക്കിയ ഇതൊക്കെ എന്തോന്ന് സൗന്ദര്യം സാറേ. ഓ, ചുന്ദരി കുട്ടിയല്ലയോ, ചുന്ദരി കുട്ടി. അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ മീനാക്ഷി? ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നല്ലേ പ്രമാണം. വാ, ഞാൻ അടുക്കളയൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ഐശ്വര്യമായിട്ടൊരു ചായ ഉണ്ടാക്കി ഡോക്ടർക്ക് കൊടുക്ക്. വാ, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വാ. കേട്ടില്ല ഡോക്ടറെ, ഡോക്ടർ ഭയങ്കര സുന്ദരനാണ് കേട്ടോ. ആലീസ് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് കാണണം. എവിടെ ഉണ്ട്? എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ഇപ്പൊ കാണണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടിരിക്കണം. കണ്ടിടത്തോളം ഈ മീനാക്ഷിക്ക് നല്ല വൃത്തിയുണ്ട്, കഴിവുണ്ട്. ഒരു ചായ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു സ്പീഡിലാന്നറിയോ ചായ ഇട്ടത്. ചായ എവിടെ? ചായ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഇട്ട ചായയല്ലേ, ആ കൈ കൊണ്ട് തന്നെ വന്ന് കൊടുക്കാൻ പറഞ്ഞു. പോയിന്റ് നമ്പർ 2, സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണിന്റെ കഴിവുകളെ പൊക്കി പറയുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും കലിക്കുമോ? അതിന് മദർ തെരേസ ആണെങ്കിൽ പോലും കലിപ്പുണ്ടാകും. അതുപോലെ മീനാക്ഷി ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതാണ്, അവളുടെ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായി ചെയ്യുന്നു, അവൾ എന്താണെങ്കിലും ആലീസിന്റെ ഒരുപടി മേളിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പറഞ്ഞു വെച്ചാൽ കലിപ്പാവും. അത് പിന്നെ അങ്ങനെ 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 അങ്ങ് പറഞ്ഞു 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 പറഞ്ഞ് ഉണ്ടങ്ങ് പോണം. എന്ത് വെച്ചാൽ ആലോചിക്കുന്നു? ഒന്നുമില്ല. ചായ ആ കൈ കൊണ്ട് നേരെ അങ്ങോട്ട് കൊടുക്കും. വാങ്ങിക്ക് ചായ, കുടിക്ക്. കുടിക്കാം. എങ്ങനെയുണ്ട്? എന്നാ ചായ ഇത്? ഇതെങ്ങനെയായിട്ടേ? ഇതൊക്കെ എവിടെന്നാ പഠിക്കുന്നത്? ഒരു രക്ഷയില്ലാട്ടോ. ഞാൻ പണ്ടേ നല്ല ചായ ഉണ്ടാക്കുമായിരുന്നു. എന്നാ രുചി, ഒരു രക്ഷയില്ലാട്ടോ. എന്റെ കർത്താവേ, ഈ ചായ ഇഷ്ടപ്പെട്ടല്ലോ, എനിക്ക് അത് മതി. ഇനി എന്നും മീനാക്ഷി തന്നെ ചായ ഉണ്ടാക്കിയാ മതി. അത് തന്നെ. പോരെ? മതി മതി. നീ ഇതൊക്കെ ചോദിച്ച് പഠിക്കണം കേട്ടോ.
ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. എന്നാ പിന്നെ അടുക്കളയിലോട്ട് ചെല്ലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കിക്കും. ശരി. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അല്ലാതെ എന്ത് ആലോചിക്കുന്നു? ഒന്നുമില്ല. കുടിക്ക്. കുടിക്കാം. ഇങ്ങനെ ഒരു ചായ എങ്ങനാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെയും ചായ ഉണ്ടാക്കാൻ പറ്റൂ? അതെ, ഞാൻ എന്നാ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, എല്ലാം ഒന്ന് കാണിച്ചു ഞാൻ ചായ കുടിക്കും. കുടിക്കാം. ഇതവിടെ കൊണ്ട് കളയും.